ചൈനീസ് ഭരണകൂടത്തിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണി. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ചൈനീസ് സൈന്യത്തിലെ 3 അതിശക്തരായ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പുറത്താക്കിയിരിക്കുന്നത്. സൈനിക കോടതികളുടെയും ജയിലുകളുടെയും ചുമതല ഉണ്ടായിരുന്നവർ മുതൽ പീപ്പിൾസ് ആംഡ് പോലീസിന്റെ തലവന്മാർ വരെ ഈ പട്ടികയിലുണ്ട്. ഷീ ജിൻപിങ്ങിന്റെ അധികാരത്തിന് വെല്ലുവിളിയാകുന്നവരെ നീക്കം ചെയ്യാനുള്ള ഒരു നീക്കമാണോ ഇത്? അതോ ചൈനീസ് സൈന്യം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്? നോക്കാം. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് 3 ഉന്നത ജനറൽമാരെ പുറത്താക്കിക്കൊണ്ടുള്ള നിർണായക പ്രഖ്യാപനം ഇപ്പോൾ ചൈനയിൽ നടത്തിയിരിക്കുന്നത്. പുറത്താക്കപ്പെട്ടവർ ഇവരാണ്: സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ രാഷ്ട്രീയ നിയമകാര്യ സമിതിയുടെ തലവനായ വാങ് റെൻഹുവ. കഴിഞ്ഞ വർഷം ഷീ ജിൻപിങ് അഡ്മിറൽ സ്ഥാനത്തേക്ക് ഉയർത്തിയ വ്യക്തി കൂടിയാണിത്. ചൈനീസ് സൈനിക കോടതികളുടെയും പ്രോക്യുറേറ്റുകളുടെയും പൂർണ്ണ നിയന്ത്രണം ഇദ്ദേഹത്തിനായിരുന്നു. പീപ്പിൾസ് ആംഡ് പോലീസിന്റെ രാഷ്ട്രീയ കമ്മീഷണറായ ഷാങ് ഹോങ്ബിങ് 2022 ഫുൾ ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ച ഷാങ് ചൈനയുടെ ആഭ്യന്തര സുരക്ഷയിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ്. അടുത്തത് സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ പരിശീലന ഭരണവകുപ്പ് ഡയറക്ടറായ വാങ് പെങ്. സൈനികരുടെ പരിശീലനവും അച്ചടക്കവും നിരീക്ഷിക്കേണ്ട ചുമതലയായിരുന്നു ഇദ്ദേഹത്തിന്. ഇവർക്ക് പുറമെ CMC മുൻ വൈസ് ചെയർമാൻ ഹി വിഡോങ്ങിനെയും ചൈനീസ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. മാസങ്ങളായി പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷരായ ഈ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. 2012 അധികാരമേറ്റത് മുതൽ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന ലേബലിൽ ഷീ ജിൻപിങ് നടത്തുന്ന ശുദ്ധീകരണ പ്രക്രിയയുടെ ഏറ്റവും പുതിയ ഒരു അധ്യായമാണിത്. ഇതിനോടകം ഡസൻ കണക്കിന് മുതിർന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമി ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. പുറത്താക്കപ്പെട്ടുവെങ്കിലും ഇവർ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ പൂർണ്ണ അംഗങ്ങളായി തന്നെ തുടരുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ചൈനയുടെ സൈനിക ശക്തിയും ആഭ്യന്തര സുരക്ഷയും നിയന്ത്രിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥർ പുറത്താക്കപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളും തായ്വാൻ വിഷയവും നിലനിൽക്കെ ചൈനീസ് സൈന്യത്തിനുള്ളിലെ ഈ അസ്വാരസ്യങ്ങൾ അവരുടെ പ്രതിരോധ സംവിധാനത്തിന്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. സൈന്യത്തിന്മേൽ തന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാനാണ് ഷീ ജിൻപിങ് ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അഴിമതി നിർമ്മാർജ്ജനം എന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്കിലും പാർട്ടിയിലെ വിശ്വസ്തർ പോലും പുറത്താക്കപ്പെടുന്നത് ചൈനീസ് രാഷ്ട്രീയത്തിലെ വലിയ അസ്ഥിരതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നടപടികൾ ചൈനീസ് സൈന്യത്തിന്റെ ആത്മവീര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ലോകത്തെ 2ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ ലോകരാജ്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.